സിനുജി, സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ ഇന്ത്യ ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഒരു നടപടി ഉണ്ടല്ലോ, അത് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. കാരണം 1965 യുദ്ധത്തിൽ, 71 യുദ്ധത്തിൽ, 99 കാർഗിൽ വാർ സമയത്ത് ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല ഒരു ശത്രുതാ മനോഭാവമായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ സിന്ധു നദീജല കരാർ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. കാരണം എന്ന് പറയുന്നത് അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അവരുടെ കാർഷിക മേഖല, അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ് ഇതൊന്നും തന്നെ ഇല്ലാതായി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കർക്കശമായ ഒരു തീരുമാനമെടുത്തു, ഇനി ഇങ്ങനെ വിട്ടുകൊടുക്കണ്ട, ഈ സിന്ധു നദീജല കരാറിൽ നമ്മൾ ഏകപക്ഷീയമായിട്ട് അങ്ങ് പിന്മാറുന്നു, അങ്ങോട്ടേക്ക് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ സ്വാഭാവികമായി അങ്ങോട്ടേക്ക് പോകുന്ന സിന്ധുവിലെ വെള്ളം കുറയും. ഇനി അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു പോഷക നദിയുണ്ട്, ജലം, അവിടുത്തെ നദിയിലെ വെള്ളം കുറയും. ഈ ചെനാബ് റിവറുണ്ട്, അവിടുത്തെ വെള്ളമൊക്കെ നമ്മൾ ഡാമിൽ തടഞ്ഞു നിർത്തുന്നു. ഇപ്പോൾ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് 12 ഗിഗാവാട്ടിൻ്റെ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഈ സിന്ധു നദിയുടെ ഒഴുകുന്ന ഭാഗമുണ്ടല്ലോ അവിടെയൊക്കെ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കൂടുതൽ ഡാമുകൾ നമ്മൾ നിർമ്മിച്ചാൽ വെള്ളം കൂടുതൽ സംഭരിച്ചു വെക്കാം. അപ്പോൾ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് അവർക്ക് ഈ ജലക്ഷാമം അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അവർ മുന്നറിയിപ്പ് നൽകുന്നത്, ഏതെങ്കിലും കാരണവശാൽ സിന്ധുവിലെ ജലം നിങ്ങൾ തടസ്സപ്പെടുത്തി, അല്ലെ ഒഴുക്ക് നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ജവാന്മാരുടെ അല്ലെ ഇന്ത്യക്കാരുടെയൊക്കെ രക്തം അതിലൂടെ ഒഴുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഈ വെള്ളം തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ഒരു തന്ത്രമാണ്. അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം, പഞ്ചാബിലെ ഈ കാർഷിക മേഖല ഒന്നാകെ തകരും, അതായത് പാക് പഞ്ചാബിലെ. കാരണം പാകിസ്ഥാനിലെ ഏറ്റവും സമ്പദ് സമൃദ്ധമായ ഫലഭൂയിഷ്ടമായ മേഖല എന്ന് പറയുന്നത് പാക് പഞ്ചാബാണ്. അവിടെയാണ് ഭരണാധികാരികൾ, അതുപോലെ തന്നെ ആർമിയുടെ തലവന്മാർ, സമ്പന്നരെല്ലാം താമസിക്കുന്നത്. പാകിസ്ഥാൻ്റെ മൊത്തം GDPയുടെ 30% ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പാക് പഞ്ചാബാണ്. ഈ പഞ്ചാബിലെ കാർഷിക മേഖല ഏതാണ്ട് വരൾച്ച അല്ലെങ്കിൽ വരണ്ടു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇതാണ് ഇന്ത്യയുടെ തന്ത്രം. അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായും അടുത്ത പ്രദേശമായ സിന്ധിലും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. അപ്പോൾ പഞ്ചാബിലെയും സിന്ധിലെയും ജനങ്ങൾ സ്വാഭാവികമായും ഭരണകൂടത്തിനെതിരാവും. എല്ലാ കാലവും പാകിസ്ഥാൻ്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള പട്ടാള മേധാവികൾ അല്ലെങ്കിൽ ഭരണകർത്താക്കളാണ്. അവർക്കെതിരെ ആ നാട്ടുകാർ തന്നെ പ്രക്ഷോഭവുമായി വന്നാൽ അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന് അവർക്കിപ്പോഴും വ്യക്തമല്ല. ഇപ്പോൾ അവർ പറയുന്നത്, ഈ സിന്ധു നദീജല കരാർ മരവിച്ചതിന് പിന്നാലെ കൂടുതൽ നിയന്ത്രണം ഇന്ത്യ കടുപ്പിച്ചാൽ ഞങ്ങൾ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് വരും, ഞങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചേ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ ഇനി വെള്ളത്തിന് വേണ്ടിയാണ് യുദ്ധം എന്നൊക്കെ നമ്മൾ പറയുന്നതിന് അക്ഷരാർത്ഥത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചത് നമ്മൾക്ക് എവിടെയൊക്കെ പുതിയ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ പറ്റും, അതിനുവേണ്ട 50 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളം തടഞ്ഞു നിർത്തിയാൽ, ഇപ്പോൾ ഡാമുകൾ വെള്ളം തടഞ്ഞു നിർത്തുന്നു, അവിടെ ഇന്ന് ചില സമയത്ത് നമ്മൾ കനാൽ വഴി ഒഴുക്കിക്കൊണ്ടുപോകും. അപ്പോൾ മുമ്പ് നമുക്ക് ഇത്തരം കനാലുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഭാവിയിലെങ്കിലും ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡാമിനോട് ചേർന്ന് കനാലുകൾ നിർമ്മിച്ചു. ഏതെങ്കിലും കാരണവശാൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ കനാൽ വഴി നമ്മുടെ രാജ്യത്തേക്ക് ഒഴുക്കി വരും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാം. അതുകൊണ്ടാണ് ഈ 12 ഗിഗാവാട്ടിൻ്റെ പദ്ധതിയുമായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഈ ബഹ്ലിഗാർ ഡാമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പം നമ്മൾ നിയന്ത്രിച്ചു. ഇതോടുകൂടി കൂടുതൽ ഡാമുകളിൽ നിന്നുള്ള ജലമൊഴുക്ക് നമ്മൾ നിയന്ത്രിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. ഈ വെള്ളമൊഴുക്ക് നിന്നതോടുകൂടി മറ്റു മേഖലകളിലേക്ക് പാകിസ്ഥാന് വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും പലയിടത്തും വരൾച്ചയുടെ ചില സൂചനകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ തന്നെ ജനങ്ങൾ പറഞ്ഞു, പാക് ഭരണകൂടമേ, നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര അപകടകരമായ ഒരു കളിയാണ്, ഞങ്ങൾ പ്രക്ഷോഭവുമായി രംഗത്തേക്ക് ഇറങ്ങും, നിങ്ങൾക്കെതിരെയായിരിക്കും ആ പ്രക്ഷോഭം. കാരണം വൻതോതിൽ പണം മുടക്കിയാണ് കാർഷിക മേഖലയിലേക്ക് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. ആ കാർഷിക മേഖലയിലെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം സാധാരണക്കാർ പഞ്ചാബ് സിന്ധു മേഖലയിലുണ്ട്. ഇവർ കൂടി ഒരു പ്രക്ഷോഭവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയാൽ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം ബലൂചിസ്ഥാൻ മേഖലയിൽ, അതുപോലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ, ഈ സിന്ധു മേഖലയിൽ, ഗാൾട്ടിസ്ഥാൻ മേഖലയിലൊക്കെ ജനങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ്. ഒപ്പം പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ കുറച്ച് ഭീകരവാദികളും ഇന്ത്യ വിരുദ്ധരായ ജനങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ ഇന്ത്യയോട് ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആഭ്യന്തര കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആർമി ചില ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതിയുമായിട്ട് നമ്മൾ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കും. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ
ഒരു ഉന്നതതല യോഗം ചേർന്നിട്ട് പഴയ പദ്ധതികൾ, അതായത് നമ്മൾ നേരത്തെ ആസൂത്രണം ചെയ്തതും നടപ്പിലാകാത്തതുമായ പദ്ധതികളുണ്ട്, അതൊക്കെ തന്നെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് നിർദ്ദേശം നൽകി. അതായത് സാവൽക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് 1856 മെഗാവാട്ടിൻ്റെ ഒരു പദ്ധതിയാണ്. ഇനി പകാൽദൂറിൽ 1000 മെഗാവാട്ടിൻ്റെ, റാറ്റിൽ 850 മെഗാവാട്ടിൻ്റെ, ബർസറിൽ 800 മെഗാവാട്ടിൻ്റെ, കിർത്തായി 1320 മെഗാവാട്ട് എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വരുന്ന ജലം മുഴുവൻ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ അവർക്ക് സ്വതന്ത്രമായിട്ട് ജലം കിട്ടിക്കൊണ്ടിരുന്നുവെന്നും ഇന്ത്യയുമായിട്ട് ഏത് കാലത്ത് എന്ത് പ്രശ്നമുണ്ടായാലും ഈ നദീജല കരാറിൽ നമ്മൾ തൊടില്ലെന്നുമാണ് പാകിസ്ഥാൻ കരുതിയത്. അക്ഷരാർത്ഥത്തിൽ അവരുടെ തലയ്ക്ക് അടിയേറ്റതുപോലെ. ഇപ്പോൾ അവിടെ വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ കൃഷി എല്ലാം നശിച്ചിരിക്കുന്നു. അവിടെ പല കൃഷി അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയായിരുന്നു. അതുമാത്രമല്ല ആഭ്യന്തര കലാപവും രൂക്ഷമായി. ജനങ്ങൾ മുഴുവൻ ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഇന്ത്യയുമായിട്ട് ഇതിൻ്റെ പ്രശ്നമുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഗതി വന്നതെന്ന് പറഞ്ഞവർ ഭരണാധികാരികളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കുടിവെള്ളത്തിന് പോലും ക്ഷാമം അനുഭവപ്പെടുന്നു. അതല്ലേ അവസ്ഥ? അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ചെനാബ് നദിയിൽ സെലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കാണ് ഇപ്പോൾ നമ്മൾ നിയന്ത്രിച്ചത്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ഈ ചിലയിടത്ത് ജലം നിയന്ത്രിക്കുന്നു. ചിലപ്പോൾ നമ്മൾ അപ്പോൾ ഈ ജലം നിയന്ത്രിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി. അന്നേരം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ജലത്തിലൂടെ, ജലം എന്ന് പറയുന്ന നദിയിലൂടെ കൂടുതൽ വെള്ളം ഒഴുക്കി വിട്ടു. അതായത് സിന്ധുവിൻ്റെ ഒരു പോഷക നദിയാണ് ജലം. അപ്പോൾ ജമ്മു കാശ്മീർ മേഖലയിൽ കനത്ത മഴ പെയ്തപ്പോൾ നമ്മൾ ഈ ഡാമിൽ കെട്ടിനിർത്ത വെള്ളം അതിന്റെ 1-2 ഷട്ടർ അങ്ങ് തുറന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ഷട്ടർ തുറക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇക്കാര്യം പാകിസ്ഥാനെ അറിയിക്കണം. പക്ഷേ ഈ അന്താരാഷ്ട്ര കരാറിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറിയുകൊണ്ട് നമ്മളത് അറിയിച്ചില്ല. ഇനി നമ്മളൊരു ജലവൈദ്യുത പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 30 ദിവസം മുമ്പ് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിക്കണം. ആ ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ നടത്തും. അതായത് UN-നെയും മറ്റും സമീപിച്ചിട്ട് പറയും ഇന്ത്യ ഇങ്ങനെ വെള്ളം സംഭരിക്കാനായിട്ട് ശ്രമം നടത്തുന്നു, അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വലിയ വരൾച്ച ഉണ്ടാവും, ഞങ്ങളുടെ കാർഷിക മേഖല തകരും. അപ്പോൾ UN ഇടപെടും, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങൾ ഇടപെടും. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറും. പക്ഷേ ഇപ്പോൾ പഹൽഗാമിൽ ഒരു ആക്രമണം നടന്ന സ്ഥിതിക്ക് ശക്തമായ തിരിച്ചടി നൽകണമെന്ന് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നു. പണ്ട് കാലത്ത് ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായാൽ അങ്ങനെ തിരിച്ചടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ല. ഇപ്പം ഇസ്രയേലിന് നേരെ പാലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് ഒരു ആക്രമണം നടത്തിയാൽ ഇസ്രയേലി ജനത ആഗ്രഹിക്കും അവരെ അടിക്കണമെന്ന്. ഇതേ അവസ്ഥയിലേക്ക് നമ്മൾ മാറി. അപ്പം NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോഴാണ് തിരിച്ചടിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും അതിന് നേതൃത്വം നൽകാൻ ആർജവമുള്ള ഭരണാധികാരികൾ ഉണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചടിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ തിരിച്ചടി എന്ന് പറയുന്നത് രക്തം കൊണ്ട് നിറയുന്നതാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം രണ്ടും ആണവ രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാട്ടർ ബോംബിന്റെ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത്. നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ പല മേഖലകളും വെള്ളത്തിനടിയിലാകുന്നതുകൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിൽ വലിയ മഴ പെയ്തപ്പോൾ നമ്മൾ ജലം നദിയിലൂടെ വെള്ളം കുത്തിയൊലിച്ചൊഴുകാനുള്ള അവസരം ഒരുക്കി. ഇത് പാകിസ്ഥാനിലെ ഈ പ്രത്യേകിച്ച് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അറിഞ്ഞതേ ഇല്ല. വെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോഴാണ് ഇവർക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്ത് സംഭവിച്ചു? താഴ്ന്ന പ്രദേശങ്ങൾ മൊത്തം വെള്ളത്തിനടിയിലായി. ഈ ഭരണകൂടത്തിന്, പ്രാദേശിക ഭരണകൂടത്തിന് മുന്നറിയിപ്പ് പോലും നൽകാൻ കഴിയാതെ, മാത്രമല്ല കാർഷിക മേഖല നശിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് ഇത് ഔദ്യോഗികമായി പാകിസ്ഥാനെ അറിയിക്കാൻ ബാധ്യതയില്ല. ഞങ്ങളുടെ അടുത്ത് ഒത്തിരി വെള്ളം വന്നു, നേരെ ഒഴുക്കി വിട്ടു. ഈ ഒരു തന്ത്രമാണ് നമ്മൾ പ്രയോഗിച്ചത്. അപ്പോൾ അവർ അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിനപ്പുറത്തേക്ക് വെള്ളം കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ 12 ഗിഗാവാട്ടിന്റെ പുതിയ പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത് കാലങ്ങളായി നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ അന്താരാഷ്ട്ര സമ്മർദ്ദം കൊണ്ട് പലപ്പോഴും പാകിസ്ഥാന് വേണ്ടി നമ്മൾ ഇതിൽ നിന്ന് പിന്മാറി. ഇത് 3 യുദ്ധമുണ്ടായപ്പോഴും നമ്മൾ അങ്ങനെ നിലപാടെടുത്തെങ്കിലും ഇത്തവണ നമ്മൾ കർക്കശമായ നിലപാടെടുക്കുന്നു. ഈ നിലപാടിനെ അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം സാങ്കേതിക വിദഗ്ധരായ 50 പേരെയാണ് ജമ്മു കാശ്മീർ മേഖലയിലേക്ക് നമ്മൾ അയച്ചത്. ഈ 50 പേരെ അയച്ചു എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു ഒരു ഉദ്യോഗ വൃന്ദം ഉണ്ടാവും. ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് അനുകൂലം, എത്രയൊക്കെ മെഗാവാട്ടിൻ്റെ പദ്ധതി നമ്മൾ എവിടെയൊക്കെ നിർമ്മിക്കാം. അപ്പോൾ സിന്ധുവിലെ നദിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ നമ്മൾ ഡാം കെട്ടി തടഞ്ഞു നിർത്തി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. അല്ലെ നമ്മൾ നമ്മുടേതായ കനാൽ വഴി ഒഴുക്കി നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് ഉപയോഗിക്കും. ഇതുകൊണ്ടുണ്ടാകുന്നത് ഈ സിന്ധ് പഞ്ചാബ് മേഖലയെ, കാർഷിക മേഖല തകരും. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ഈ പഞ്ചാബ് സിന്ധ് മേഖലയാണ്. ഇപ്പം ബലൂചിസ്ഥാൻ മേഖല, അവിടെയാണെങ്കിൽ വലിയ നിക്ഷേപങ്ങളുണ്ട്. ഇപ്പം സ്വർണം, കോപ്പർ, അതുപോലെ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഈ ഓയിൽ ഉൾപ്പെടെയുള്ള നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപത്തിന്റെ ഖനനമെല്ലാം നടത്തുന്നത് പാകിസ്ഥാനാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ കൊണ്ട് വിനിയോഗിക്കുന്ന ഇസ്ലാമാബാദിലും പഞ്ചാബിലുമാണ്. അപ്പൊ പഞ്ചാബിന്റെ വികസനത്തിന് വേണ്ടി വലിയ തോതിൽ പണം ചെലവാക്കുകയും ഈ ബലൂചിസ്ഥാൻ മേഖലയെ അവർ അവഗണിക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായത്. ഇപ്പോൾ ഈ
പഞ്ചാബിലെ ജനങ്ങൾ പ്രക്ഷോഭവുമായിട്ട് വന്നാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? കാരണം അവിടെ വെള്ളമില്ല. അപ്പം വെള്ളമില്ലാത്തതിൻ്റെ കാരണം ഇന്ത്യ വെള്ളം നൽകാത്തതാണ്. ഇതിന് കാരണം അനാവശ്യമായ പഹൽഗാമിലെ ഇടപാടാണ്. അപ്പോൾ ഈ പഹൽഗാമിലെ ഇടപാടിന് കാരണം ആരാ? ഭരണകൂടമാണോ? അല്ല, ISI ആണെന്ന് വരും. അപ്പോൾ ഇതുപോലെയുള്ള ഈ ചാര സംഘടനകൾ എന്തിനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? കാലാകാലങ്ങളായി പാകിസ്ഥാൻ പ്രതിരോധ ഫണ്ടിൻ്റെ വലിയൊരു പങ്കും ഈ ആയുധം വാങ്ങാൻ ISIയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അനുസരിച്ച് $400 മില്യൺ അമേരിക്ക അവരുടെ F-15 വിമാനങ്ങളുടെ മെയിൻ്റനൻസിന് വേണ്ടി അനുവദിച്ചു. ഈ പണം പാക് ഭരണകൂടം നേരെ ISIക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവർ ഈ പണം ഈ പറയുന്ന ഭീകരവാദികൾക്ക്, തീവ്രവാദികളുടെ പ്രവർത്തനത്തിന് വേണ്ടി അനുവദിച്ചു. അതുകൊണ്ടാണ് പഹൽഗാമിൽ ഈ ഒരു ആക്രമണം നടത്തിയത്. അപ്പോൾ തുടർച്ചയായി പാകിസ്ഥാൻ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ലേ? തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിധത്തിലും അവർക്ക് കുടിവെള്ളം ലഭ്യമല്ല. അതോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾ, ഇപ്പോൾ കോഴിക്കൊക്കെ 1000 രൂപ കിലോയ്ക്ക് വിലയാണ്, പച്ചക്കറി വില കൂടുന്നു, അരിക്ക് 100 രൂപയ്ക്ക് അടുത്താകുന്നു. അതുപോലെ തന്നെ മരുന്നുകൾ ലഭ്യമല്ല, പഞ്ചസാര ലഭ്യമല്ല. കുറേ നാളായി പഞ്ചസാര ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൂടാതെ അവിടുത്തെ സൈനികർ 5000-ഓളം സൈനികർ ഒളിച്ചോടിപ്പോയി. 250-300 ഓഫീസർമാർ മുങ്ങി. ഇപ്പോൾ പിള്ളേർ 18 വയസ്സ് തികഞ്ഞ പിള്ളേരെ വിളിച്ച് പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ഗതികെട്ട് പേടിച്ച് പോകുന്നൊരവസ്ഥയിലേക്ക്. അതിൻ്റെ ഇടയിൽ പ്രതിരോധ മന്ത്രി നവാസ് ഷെരീഫിൻ്റെ മകളുമൊക്കെ വലിയ വീരവാദങ്ങളും മുഴക്കുന്നുണ്ട്. ഇവിടെ വന്ന് ബാബറി മസ്ജിദിന് തറക്കല്ലിടുന്ന പാകിസ്ഥാനായിരിക്കും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഒരു ജൽപ്പനങ്ങളായി മാത്രമേ കാണാൻ കഴിയൂ. അതായത് പാകിസ്ഥാൻ നന്നായി ഭയന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ 12 ഗിഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദനത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുകയാണ്. അപ്പോൾ സിന്ധു നദീതടവുമായി ബന്ധപ്പെട്ട് വമ്പൻ പദ്ധതികളാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ചെന്ന് പാകിസ്ഥാൻ ഇനി കരയാൻ മാത്രമേ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.